നമസ്കാരം. ജയലളിതയുടെ തോഴിയായിരുന്ന വി.കെ. ശശികല പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതായി പ്രഖ്യാപിച്ചു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ 76ാം ജന്മദിനമായ ഫെബ്രുവരി 24-നാണ് രാമനാഥപുരത്ത് വെച്ച് ശശികല ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. പാർട്ടിയുടെ പേര് പിന്നീട് വെളിപ്പെടുത്തുമെന്നും പതാകയിൽ എം.ജി.ആർ, അണ്ണാദുരൈ, ജയലളിത എന്നിവരുടെ ചിത്രങ്ങളുണ്ടാകുമെന്നും അവർ പ്രഖ്യാപിച്ചു. പുതിയൊരു രാഷ്ട്രീയ അധ്യായത്തിന് നാം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. നമ്മൾ ഒരു പുതിയ പാർട്ടി തുടങ്ങുന്നു, ശശികല പറഞ്ഞു. അണ്ണാദുരൈ, എം.ജി.ആർ, ജയലളിത എന്നിവരുടെ പാത പിന്തുടരുന്ന ദ്രാവിഡ പ്രസ്ഥാനമായിരിക്കും ഇതെന്നും അവർ കൂട്ടിച്ചേർത്തു. പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി ശത്രുക്കളെയും വഞ്ചകരെയും പിഴുതെറിയുമെന്നും അവർ പറഞ്ഞു. EPS വിഭാഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു അവരുടെ ഈ പരാമർശം. ചടങ്ങിൽ പാർട്ടിയുടെ കൊടിയും ശശികല പുറത്തിറക്കി. കറുപ്പ്, വെള്ള, ചുവപ്പ് നിറങ്ങളിലുള്ള കൊടിയിൽ അണ്ണാദുരൈ, എം.ജി.ആർ, ജയലളിത എന്നിവരുടെ ചിത്രങ്ങളുമുണ്ട്. 2016-ൽ ജയലളിതയുടെ മരണശേഷമുള്ള കാര്യങ്ങൾ ശശികല പ്രസംഗത്തിൽ ഓർത്തെടുത്തു. ചിന്നമ്മേ, നിങ്ങൾ മുഖ്യമന്ത്രിയാകണമെന്ന് അന്ന് മന്ത്രിമാരും MLA-മാരും എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ചില കടമകൾ ഉള്ളതിനാൽ ഞാൻ അത് നിരസിക്കുകയും പനീർസെൽവം മുഖ്യമന്ത്രിയെ തുടരട്ടെ എന്ന് പറയുകയുമായിരുന്നുവെന്നും ശശികല പറഞ്ഞു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്നാണ് ശശികലയെ AIADMK-യിൽ നിന്നും പുറത്താക്കിയത്. ഈ വർഷം ആദ്യ പകുതിയിൽ തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ശശികലയുടെ ഈ നീക്കം നിർണായകമാണ്. തിരഞ്ഞെടുപ്പിൽ ശശികലയുടെ പുതിയ പാർട്ടി 40 മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന സൂചനകൾക്കിടയിലാണ് ഈ പ്രഖ്യാപനം. AIADMK-യിൽ തിരിച്ചെത്താനുള്ള മുൻകാല ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനു ശേഷമുള്ള ശശികലയുടെ ഈ രാഷ്ട്രീയ നീക്കം തമിഴ്നാട്ടിൽ ശ്രദ്ധേയമാവുകയാണ്. അതേസമയം 2027 ജനുവരി 27 വരെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ശശികലയ്ക്ക് അയോഗ്യതയുണ്ട് എന്നതും ഈ സാഹചര്യത്തിൽ നിർണായകമാണ്. സ്വന്തം പാർട്ടി രൂപീകരിക്കുമെന്നും AIADMK തലവൻ എടപ്പാടി കെ പളനിസ്വാമിക്ക് നേരിട്ട് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമെന്നും മധുരയിൽ വെച്ച് NDTVയോട് സംസാരിക്കവേ അവർ വ്യക്തമാക്കിയിരുന്നു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി തേവർ സമുദായത്തിന്റെ പുണ്യകേന്ദ്രമായ പസുംപൊന്നിൽ പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നതിനിടയിലായിരുന്നു അവരുടെ പ്രതികരണം. ഇന്ന് വൈകുന്നേരം ഞാൻ ഞങ്ങളുടെ കൊടി അവതരിപ്പിക്കുമെന്നായിരുന്നു ശശികല NDTVയോട് പറഞ്ഞത്. പാർട്ടിയുടെ പേരോ ഘടനയോ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വ്യക്തമല്ലെങ്കിലും ഞാൻ സ്ഥാനാർത്ഥികളെ നിർത്തും, ഒരുപാട് കാര്യങ്ങളൊന്ന് ജനങ്ങളോട് പറയാനുണ്ടെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തന്റെ വിശ്വസ്തരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഈ നിർണായക പ്രഖ്യാപനം. തമിഴ്നാട്ടിലെ സ്വാധീനമുള്ള തേവർ സമുദായത്തിൽപ്പെട്ട ശശികല പസുംപൊന്നിൽ വെച്ച് പ്രഖ്യാപനം നടത്തിയത് രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ളതാണ്. 2016-ൽ ജയലളിതയുടെ മരണശേഷം മുഖ്യമന്ത്രിയായി താൻ തന്നെ തിരഞ്ഞെടുത്ത EPS-നെതിരെയുള്ള തിരിച്ചടിയായിട്ടാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. പണ്ട് ശശികല മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കിയ പനീർസെൽവവുമായി അധികാരം പങ്കിട്ട ശേഷം EPS ശശികലയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. ജയലളിതയുടെ മരണശേഷം AIADMK ജനറൽ സെക്രട്ടറിയായ ശശികല മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ചെങ്കിലും അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ ശിക്ഷയെ തുടർന്ന് 4 വർഷത്തെ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. ഇതോടെ അവരുടെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് തിരിച്ചടിയേറ്റു. 2027 വരെ അവർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിലക്കുണ്ട്. ശശികലയുടെയും TTV ദിനകരന്റെയും OPS-ന്റെയും പുറത്താക്കൽ AIADMK-യുടെ വോട്ട് ബാങ്കായ തേവർ സമുദായത്തിനിടയിൽ വിള്ളലുണ്ടാക്കി. ഇത് പാർട്ടിയുടെ തളർച്ചയ്ക്ക് കാരണമായെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. EPS-നെ വഞ്ചകൻ എന്നാണ് ശശികല വിശേഷിപ്പിക്കാറുള്ളത്. EPS വീണ്ടും അധികാരത്തിലെത്തുന്നത് തടയുക എന്നതാണ് ശശികലയുടെ പ്രധാന ലക്ഷ്യം. ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ലെങ്കിലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരാൾ എങ്ങനെ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് AIADMK-യിലെ മുതിർന്ന നേതാക്കൾ ചോദ്യം ചെയ്യുന്നു. ജയലളിതയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ജനങ്ങൾക്ക് അറിയാമെന്നും അവർ പരിഹസിക്കുന്നുണ്ട്. ശശികലയുടെ ഈ ചൂതാട്ടം അവരുടെ രാഷ്ട്രീയ പ്രസക്തി വീണ്ടെടുക്കുമോ അതോ പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കുമോ എന്നും കണ്ടറിയണം. എന്നാൽ ദക്ഷിണ തമിഴ്നാട്ടിൽ EPS-ന്റെ കണക്കൂട്ടലുകൾ ശശികല തെറ്റിക്കുമെന്ന് ഉറപ്പാണ്.